ഹേ വാട്ട്സ്ആപ്പ് ഗൈസ്, ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അപ്പൻഡിക്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ 2-3 റീൽസായിട്ട് ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നത് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. എനിക്ക് സപ്പോർട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി. അതെനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ടോട്ടൽ എത്ര രൂപയാണ് എക്സ്പെൻസ് ആയത്, അതേ ഹോസ്പിറ്റൽ ബില്ല് എത്രയായി, പിന്നെ എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ, എന്താണ് ഇതിൻ്റെ ലക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങൾ വന്നിട്ടോ. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, പിന്നെ എനിക്ക് എത്ര ബില്ലും കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ എനിക്ക് എത്ര ബില്ല് വെച്ചും പറഞ്ഞാൽ എനിക്ക് ടോട്ടൽ 96 അവിടെ ബില്ല് വന്നിട്ടുള്ള. അതിൽ ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വിഗ്ഗിൻ്റെ ഇൻഷുറും കാര്യങ്ങളുള്ളതുകൊണ്ട് വലിയ തടിമ പിടിച്ചിട്ടില്ല കേട്ടോ. ആ വേനപ്പോഴും ഉണ്ട്, ചെറിയൊരു വേനുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 96 ടോട്ടൽ അവിടെ എക്സ്പെൻസായി വന്നിട്ടുള്ള റൂം അടക്കം 96. പിന്നെ എനിക്ക് ലക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു വെച്ചാൽ എനിക്ക് വലിയ ലക്ഷണം കാര്യങ്ങൾ, അതായത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് 3-4 ദിവസം മുന്നേ എനിക്ക് വേദന ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഭാഗത്തായി ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് എന്താ പറയുക, നമ്മൾ ഒരു 2-3 മണിക്കൂറൊക്കെ മൂത്രം ഒഴിക്കാണ്ട് പിടിച്ച് വെച്ചെങ്ങനെ ഉണ്ടാവും. ആ ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ അതൊരു ഇടയ്ക്ക് വന്നു. അതായത് ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡൊക്കെ വേദന വരും, പോവും. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വരുള്ളൂ. അങ്ങനെ ഞാൻ ഞായറാഴ്ചയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. ഞായറാഴ്ച രാത്രി. ഞായറാഴ്ച രാവിലെയൊക്കെ ഞാൻ സ്വിഗ്ഗിയിൽ പോയിട്ട് ഒരു 3 മണിയൊക്കെ സ്വിഗ്ഗിയിൽ പോയിട്ട് 3:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഡോളവും കഴിച്ച് കിടന്ന് ഒരു 6 മണി 6:30 ആയപ്പോൾ എണീച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പനി വന്നെങ്കിൽ പനി നല്ല രീതിയിൽ കൂടി. എണീച്ച പാട് എന്ത് ചെയ്തു, ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദി വെച്ചാലും ഭയങ്കര ഛർദ്ദിയാണെങ്കിൽ നിർത്തമില്ല. അതിൻ്റെ ഛർദ്ദിക്കുന്നതിനൊപ്പം തന്നെ വയറ് ഈ ഒരു ഭാഗം വയറ് ഫുള്ളായിട്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്തതാണ്. എനിക്കൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റില്ല. ഞാൻ ആ സമയത്ത് വയറും പിടിച്ച് ഇങ്ങനെ കുഞ്ഞു നിൽക്കായിരുന്നു. അമ്മമാർ വേന സഹിക്കാന്ന് വെച്ചാൽ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത വേനയായിരുന്നു ആ ടൈമിലേക്ക് വന്നത്. അങ്ങനെ എന്ത് വേഗം ഹോസ്പിറ്റലിൽ പോയ പാടും അവരെന്നോട് ചോദിച്ച് ഛർദ്ദി ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു ചോദിച്ച്. പനിയും ഉണ്ടായിരുന്നു. പിന്നെ അവർ വേഗം എന്ത് ചെയ്ത് എൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയച്ച്. അതേപോലെ തന്നെ എനിക്ക് 1 ലിറ്റർ വെള്ളം ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയച്ചു അവർ. അതിനുശേഷം ഓരെന്ത് ചെയ്ത് ട്രിപ്പാണോ പെയിൻ കില്ലറാണോ അറിയില്ല. ആ ഒരു ട്രിപ്പ് ഇട്ടപ്പോൾ എനിക്ക് വേദന കുറച്ച് കുറവുണ്ടായിരുന്നു. അത് 1 മണിക്കൂറോളം അങ്ങനെ ട്രിപ്പ് ഇട്ട് നിന്ന്. അപ്പോൾ വേദന നല്ല രീതിയിൽ കുറവ് തോന്നിയെങ്കിൽ എന്നിട്ട് നേരെ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞ 1 ലിറ്റർ വെള്ളം തന്നിട്ട് പറഞ്ഞ് വെള്ളം കുടിക്കുക, ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട്, അതായത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാണ്ട്. അപ്പം ബ്ലാഡർ ഫുള്ളാണ്. ബ്ലാഡർ എന്ന് വെച്ചാൽ മറ്റേ നമ്മളെ മൂത്രസഞ്ചി അത് ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് അവർ വെള്ളം കുടിപ്പിച്ചെന്നെ. അങ്ങനെ വെള്ളം കുടിച്ച് ചെയ്യാൻ വേണ്ടി ട്രിപ്പും കാര്യങ്ങളും ഫുള്ളൊക്കെ തീർന്നപ്പോൾ നേരെ പോയി അൾട്രാസൗണ്ടിന് പോയി സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. സ്കാൻ ചെയ്ത് അതേപോലെ തന്നെ CT സ്കാനും ചെയ്ത് തിരിച്ച് പിന്നെയും ബെഡിൽ വന്ന് കിടന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വല്ല ഗ്യാസിൻ്റെ ഇഷ്യൂവോ അല്ലെങ്കിൽ മൂത്രത്തിൽ എന്തെങ്കിലും പഴുപ്പ് അങ്ങനത്തെയൊക്കെ ആയിരിക്കും വിചാരിച്ചത്. കാരണം ആ രീതിയിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ പെട്ടെന്നൊരു വേദന കൂടിയതല്ലെങ്കിൽ. ഞാനും പറയുകയാണെങ്കിൽ എന്താ പറയുക, കള്ളുകൂടിയില്ല, സിഗരറ്റ് വലിയില്ല, അങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു രോഗം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ എന്താ ബെഡ് കിടക്കുക, തൊട്ടടുത്ത് അച്ഛനും ഉണ്ട്. അച്ഛനടുത്ത ഡോക്ടർ സംസാരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ വന്ന് പറഞ്ഞ് ഇത് അഡ്മിറ്റ് ആക്കണം, അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞ്. അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അത് കേട്ടോണ്ടിരിക്കുക. ഞാൻ തൊട്ടടുത്ത് സംസാരിക്കും ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അപ്പൻഡിക്സ് ആണ്, അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ്. അപ്പം തന്നെ കയ്യിൽ നിന്ന് പകുതി പോയി. അതുകൊണ്ട് നിർത്തിയില്ല ഡോക്ടർ. പിന്നെ ഡോക്ടർ പറഞ്ഞ് സംഭവം കുറച്ച് ക്രിട്ടിക്കലാണ്. അപ്പൻഡിക്സ് നമ്മളിവിടെ കാണിക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സംഭവം എന്താ വെച്ചാൽ അപ്പൻഡിക്സ് പഴുത്തിട്ട് പൊട്ടി പഴുപ്പ് സ്പ്രെഡായിപ്പോയി. ചിലപ്പോൾ അത് 2 മാസം ട്യൂബ് ഇട്ടൊക്കെ നടക്കേണ്ടി വരും എന്നൊക്കെ കൂടെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഉള്ള ജീവനും കൂടെ പോയിപ്പോയി. അയ്യോ, ഞാൻ അതുവരെ എന്താ പറയുക, ഞാൻ വിചാരിക്കുന്ന ആകെയുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ ആയിരിക്കും. രാത്രി ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിൽ പോകാന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് ഡോക്ടർ വന്ന് ഈ കാര്യം പറയുന്നത്. അപ്പൻഡിക്സ് ആണ്, സ്പ്രെഡായിട്ടുണ്ട്, 2 മാസം ട്യൂബൊക്കെ ഇട്ട് ചിലപ്പോൾ നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഞാനാണെങ്കിൽ ആ വല്ലാണ്ടായിപ്പോയി സീന്. അങ്ങനെ തന്നെ റൂമിലേക്ക് മാറ്റിയ ടൈമിൽ എനിക്ക് ആ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പിന്നെ വയറുവേദന വരാൻ തുടങ്ങി. വയറുവേദന വെച്ചാൽ എനിക്ക് ഒരു തരത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, ഉറങ്ങാൻ പറ്റാത്ത വേദന. അമ്പോ, ഞാനാണ് തീ നിൽക്കുന്നത്.
അങ്ങനെ രാവിലെ ഡോക്ടർ വന്ന് എന്നിട്ട് പറഞ്ഞ് മൂക്കിൽ ട്യൂബ് ഇടണം, ട്യൂബ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, പഴുപ്പ് ഫുള്ള് പുറത്തേക്ക് എടുക്കണം പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നിട്ട് പറഞ്ഞു ട്യൂബ് ഇടാൻ പോകാമെന്ന് പറഞ്ഞ്. ഓക്കെ, ട്യൂബ് ഇടാൻ വേണ്ടി പോകുമ്പോൾ അതിന് മുന്നേ നേഴ്സിനോട് പറഞ്ഞ് ട്യൂബ് ഇടുന്ന സമയത്ത് നമ്മൾ വെള്ളം ഇറക്കൂലേ, വെള്ളം ഇങ്ങനെ കുടിക്കില്ല, അങ്ങനെ വെള്ളം കുടിക്കാൻ വാങ്ങിയ വിഴുങ്ങൂലേ, അതേപോലെ ട്യൂബ് വിഴുങ്ങണം എന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന വലിയൊരു വേദന ഉണ്ടോ, ചെറിയൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ വിചാരിച്ചേ. അങ്ങനെ ഇവർ ട്യൂബ് ഇട്ട് ഇങ്ങോട്ട് കയറ്റാൻ തുടങ്ങിയത് എൻ്റെ കണ്ണ് നല്ല കൂടെ പൊന്നിച്ച പാറി. ഞാനാണ് എന്തോ സ്വർഗം കണ്ട പോലെ പോയി. ഞാനെല്ലാം കൂടെ എന്താ പറയുക, വേദന എടുത്ത് പൊളച്ചാൽ ഇതുവരെ അങ്ങനത്തെ വേദന അനുഭവിച്ചിട്ടില്ല. വേദന എടുത്ത് പൊളഞ്ഞ് പണ്ടാറായി നിൽക്കുമ്പോൾ നേഴ്സ് പറയാം വിഴുങ്ങ്. ഞാൻ എനിക്കാണെങ്കിൽ വേദന എടുത്ത് തലയൊക്കെ കറങ്ങാൻ തുടങ്ങി. അമ്മാര് വേദന, ഒയ്യോ ഒരു സഹിക്കാൻ പറ്റും. എന്താ പറയുക, മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഈ ട്യൂബ് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ കയറി പോകുന്ന കറക്റ്റ് അറിയുന്നില്ല. ഇവിടെ വരെ അങ്ങനെ ട്യൂബ് എത്തിക്കുന്നല്ലേ, കറക്റ്റ് അങ്ങനെ അറിയുന്നു. ട്യൂബ് ഇങ്ങനെ കയറി പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ തട്ടി പോകുന്നത് ഇങ്ങനെ അറിയുന്നുണ്ട്. അങ്ങനെ വേദന എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ഒരു ട്യൂബ് ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഒക്കെ കണക്ട് ചെയ്ത് ബാഗിലേക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂക്കിലിട്ട ട്യൂബ് കൂടെ ഒരു ഗ്രീസ് പോലത്തെ സാധനം പോകുന്നു, ഒരു പച്ചയും കറുപ്പും കളർന്ന മിക്സായൊരു കളർ അങ്ങനത്തെ ഒരു സാധനം പോകുന്നു. ഗ്രീസ് പോലത്തെ സാധനം, കറക്റ്റ് ഗ്രീസ് അല്ല, അതേപോലെ കളറിൽ സാധനം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് പഴുപ്പാന്ന് പിന്നെ ആ നേഴ്സ് പറഞ്ഞത് പഴുപ്പാണ് പോകുന്നത് പറഞ്ഞ്. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വയറ്റിന് ഈ പെയിൻ കില്ലർ ഇടുന്ന ഒരു 2 മണിക്കൂർ മാത്രമേ വേദന ഇല്ലാത്തുള്ളൂ. അല്ല ആ സമയം പറഞ്ഞാൽ വേദന തിന്നാന്ന് പറയില്ല നമ്മൾ, വേദന തിന്നുക ആ അവസ്ഥയാണ് എനിക്ക്. എന്നിട്ട് ഈ പെയിൻ കില്ലർ ആണെങ്കിൽ ഒരു പെയിൻ കില്ലർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെയിൻ കില്ലർ ഇറങ്ങി 8 മണിക്കൂറാണോ, അതുവരെ ആദ്യം 2 മണിക്കൂറിനകത്ത് പെയിൻ കില്ലറിൻ്റെ എന്ത് എഫക്റ്റ് കിട്ടുള്ളൂ. ബാക്കിയുള്ള 6 മണിക്കൂർ നമ്മൾക്ക് വേദന തിന്നിരിക്കണം. അപ്പോൾ ഞാൻ ഐസ് ബാഗൊക്കെ വാങ്ങിയിട്ട് വയറിനടക്ക് വെക്കുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവും, കുഞ്ഞ് ആശ്വാസം അത്രേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്ത് ബാക്കിയുള്ള അടുത്ത 8 മണിക്കൂറാണ്ട് കുറേ കാത്തുനിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഡോക്ടർ പിന്നെയും വന്നു പറഞ്ഞ് നാളെ നമുക്ക് വയറ്റിൽ ട്യൂബ് ഇടണം, വയറ്റിൽ പഴുപ്പ് സ്പ്രെഡായിട്ടുണ്ട്, അപ്പോൾ അത് ട്യൂബ് ഇടണമെന്ന് പറഞ്ഞ്. എൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തെ ട്യൂബ് ഇട്ട്, ഈ ഒരു ഭാഗം കറക്റ്റ് ഈ ഒരു പോയിൻറ്റ് തട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്യൂബ് ഇടണമെന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേ ദിവസമായി. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല, രാത്രിയൊക്കെ എന്താ വയറുവേദന എടുത്തിട്ട് ഉറങ്ങാൻ കഴിയില്ല. അയ്യോ ആ വേദന വല്ലാത്തൊരു വേദന കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോയി എന്ത് ചെയ്ത് ആദ്യം തന്നെ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു മൂത്രസഞ്ചിയിൽ മൂത്രമുണ്ട്, ബാത്റൂം പോയി വരാൻ പറഞ്ഞു. അത് കാരണം ആ മൂത്രസഞ്ചിയിൽ മൂത്രം തീരെ പാടില്ല നമുക്ക് ട്യൂബ് ഇടുന്ന സമയത്ത്. അങ്ങനെ ബാത്റൂം പോയിട്ട് എനിക്ക് മൂത്രം ഒഴിക്കാനേ മുട്ടുന്നില്ല. അപ്പോൾ ഞാൻ വന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞേ ഇല്ല എനിക്ക് മൂത്രം ഒഴിക്കാൻ എല്ലാം പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് ഒഴിവാക്കാണ്ട് പറ്റൂല, ഞാൻ ഓരെന്ത് ചെയ്യും നമ്മളെ ഈ ലിംഗത്തിൽ ഒരു ട്യൂബ് ഇടുമെന്ന് പറഞ്ഞ് അത് മൂത്രം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓക്കെ എന്നും പറഞ്ഞത്, ഞാനാണെങ്കിൽ അത് ഓക്കെ എന്നും പറഞ്ഞ്. ഓക്കെ എന്ന് പറയാണ്ട് വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ, ഓക്കെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ജസ്റ്റ് ഒന്നുകൂടെ ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ നമ്മളെ ലിംഗം ഇതേപോലെ എന്തെങ്കിലും സക്ഷൻ പൈപ്പ് വെച്ചിട്ട്, അത് ഇതിനെ പുറത്ത് വല്ല സക്ഷൻ പൈപ്പും വെച്ചിട്ട് നമ്മളെ യൂറിൻ ഇങ്ങനെ വലിച്ചെടുക്കുക അങ്ങനത്തെ ഞാൻ വിചാരിച്ചത്. ആരും മൈൻഡിൽ ഞാൻ നിൽക്കുന്നത് എനിക്കറിയില്ലല്ലോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്, ഇതിന് മുന്നേ ഇതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ല. അപ്പോൾ ഇവരിത് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ സക്ഷൻ പൈപ്പ് വെച്ചിട്ട് നമ്മളെ യൂറിൻ ഫുള്ള് വലിച്ചെടുക്കുന്നു എന്നാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഞാനതും വിചാരിച്ചത്, കാരണം നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. ഇവരെന്ത് ചെയ്ത് ഇത് പിടിച്ചിട്ട് ഒരു 0.1 ഉണ്ടാവില്ല, അതേപോലെ ചെറിയൊരു കുഞ്ഞു ട്യൂബ് ഇതിങ്ങോട്ട് കയറ്റി. ഞാനാണെങ്കിൽ എൻ്റെ പൊന്നോ ഈ കണ്ണിന്ന് പൊന്നീച്ച വാറാന്നൊക്കെ പറയില്ലേ, പൊന്നീച്ചയും എന്തല്ലോ എനിക്ക് എന്താ പറയുക അവൻ എപ്പോഴും ഉണ്ട് എനിക്ക്. ചമ്മേ ഇവരിങ്ങോട്ട് കയറ്റിയത് ഞാനങ്ങോട്ട് അലറി. ഹോസ്പിറ്റലിൽ മൊത്തം കേട്ടിട്ടുണ്ടോ എൻ്റെ അലർച്ച, അമ്മമാരെ അലറിയെന്ന്. എൻ്റെ സത്യം പറയല്ല, ആ വേദന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വേദന എടുക്കും. ഹോസ്പിറ്റലിൽ മൊത്തം
ശക്തൻ അലർച്ച കേട്ടിട്ടുണ്ടോ? വേദന വെച്ചാൽ മറ്റേ ഞാൻ ട്യൂബ് ഇട്ടപ്പോൾ ഒരു വേദന പറഞ്ഞില്ലേ, ആ വേദനേൻ്റെ ഒരു 10 മടങ്ങ് വേദനയാണ് ഈ സംഭവം ഇട്ടപ്പോൾ. ആടെ ഒന്ന് ആലോചിച്ച് നമുക്കൊരു തട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു വേദന ആവില്ലേ. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ട്യൂബ് കയറ്റുന്നത്. ട്യൂബ് ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്ര എങ്ങാനും കയറ്റിയും തോന്നുന്നു. ഒരു ഇത്ര അല്ല, കുറച്ചധികം കയറ്റി, കാരണം ബ്ലാഡർ വരെ എത്തണ്ടേ. അങ്ങനെ അത് അവർ കയറ്റി കഴിഞ്ഞ പ്രശ്നമില്ല കേട്ടോ, കയറ്റുന്നൊരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കയറ്റി കഴിഞ്ഞ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇവിടെ തരിപ്പിക്കാൻ പോവാണ്, അതായത് എൻ്റെ ഈ ഒരു ഭാഗമല്ലേ ഇവിടെ ആണെങ്കിൽ പൈപ്പ് ഇടുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തരിപ്പിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് തരിപ്പിച്ചിട്ട് ഒരു ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ ഇടുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വേദന ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും അറിയുന്നില്ല, കാരണം നമ്മൾ തരിപ്പിച്ച് കഴിഞ്ഞല്ലോ. എന്നാലും അവരെന്തോ കൺഫേം വേണ്ടി ചോദിക്കുന്നതാണെന്ന് തോന്നുന്നത്. ഞാൻ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വേദന അറിയണ്ടോ ഇല്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ ട്യൂബ് ഇട്ടതിൻ്റെ ഓര് എന്ത് ചെയ്ത് ആദ്യം ഇതിൽ നമ്മൾ ഇത് കയറ്റല്ലോ, മൂത്രം പോലുള്ള ട്യൂബ് കയറ്റല്ലോ, അത് അയക്കുമ്പോൾ പണ്ടാരം പിടിക്കാനായിട്ട് എനിക്ക് അയക്കുമ്പോൾ എനിക്ക് എന്താ ബോധം പോകുന്ന പോലത്തെ ഒരു ഫീലൊക്കെ എനിക്ക് ഉണ്ടാവുക. ഈ തലയും കറങ്ങി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ആകെ കാണുന്നത് എന്താ, ഇതിങ്ങനെ എന്തൊക്കെയോ ചുറ്റും തന്നെ ഇങ്ങനെ ഞാൻ കിടക്കുന്ന ഈ ചുമരൊക്കെ ഇങ്ങനെ എന്താ കറങ്ങുക. വേദന വെച്ചാൽ ചമ്പോ ആലോചിക്കൂടെ, അത് ആലോചിക്കുമ്പോൾ എനിക്ക് അവിടെ വേദനയാണ്, അമ്മമാര് വേദന. അങ്ങനെ അത് ഊരിക്കഴിഞ്ഞ് ട്യൂബ് ഇട്ട് പിന്നെയും തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ പിന്നെ എനിക്ക് കുറച്ച് നേരം പിന്നെ വയറുവേദന വരാൻ തുടങ്ങി. വയറുവേദനയ്ക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, ആ ഒരു പെയിൻ കില്ലർ ഇടുമ്പോൾ മാത്രം വയറുവേദന പിന്നെയും നമുക്കൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ. അങ്ങനെ റൂമിലേക്ക് പോകുമ്പോൾ പിന്നെ ഐസ് ബാഗും വെച്ച് ഇങ്ങനെ പോകാൻ തന്നെ അവസ്ഥ. പെയിൻ കില്ലർ ഇടാൻ വേണ്ടി 6 മണിക്കൂർ പിന്നെയും കാത്തിക്കുക തന്നെ. വേദന വെച്ചാൽ ആദ്യത്തെ ഒരു 4 ദിവസം പറഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിൽ നരകം. നമ്മൾ ഈ വേദന തിന്നാന്ന് പറയില്ലേ, വേദന തിന്ന് തീർക്കുക വേദന, അതായിരുന്നു എൻ്റെ ആദ്യത്തെ 4 ദിവസം. കാരണം എന്താ പറയുക, പെയിൻ കില്ലർ ഇടയ്ക്കിടയ്ക്ക് തരൂല, നമ്മൾ ചോദിക്കുമ്പോഴേക്ക് തരില്ല. അതിന് ടൈമുണ്ട്, 8 മണിക്കൂറാണ് ടൈം. ഒരു പെയിൻ കില്ലർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പെയിൻ കില്ലർ 8 മണിക്കൂർ ശേഷം ഇടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റും പറഞ്ഞാൽ ആകെ 2 മണിക്കൂർ എഫക്റ്റേ ഉള്ളൂ, ബാക്കി 6 മണിക്കൂർ നമ്മൾ വേദന തിന്ന് നിൽക്കണം. മാത്രമല്ല ഈ ആദ്യത്തെ 4 ദിവസം പറഞ്ഞാൽ ഒരു തുള്ളി പച്ചവെള്ളം കിട്ടൂല. പച്ചവെള്ളം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഡോക്ടറോട് എനിക്ക് എന്തെങ്കിലും ഞാൻ 4-ാം ദിവസം ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും കുടിക്കണം, നാക്കൊക്കെ ഫുള്ള് പറ്റിയും പറഞ്ഞപ്പോൾ അവരൊരു കുപ്പീൻ്റെ മൂടിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് എൻ്റെ ചുണ്ടിൻ്റെ കൂടിയും അതേപോലെ നാക്കിലും കുറച്ച് വെള്ളം മാത്രം ആക്കി തന്നു. അത്രേ ഉള്ളൂ, ആ ഒരു വെള്ളം മാത്രം 4-ാം ദിവസം. അതുവരെ ഫുള്ള് ട്രിപ്പ്. എൻ്റെ ഇപ്പോഴത്തെ ബോഡി ഉണ്ടില്ലേ, ഈ ഒരവസ്ഥ. 4 ദിവസം ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല. അങ്ങനെ സീനായി. അങ്ങനെ എൻ്റെ വയറ്റിൽ ട്യൂബ് ഇട്ടിട്ട് ആദ്യത്തെ 1-2 മണിക്കൂറൊന്നും ട്യൂബ് കൂടെ ഒന്നും പോയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ട്യൂബ് ഇട്ട് 4 മണിക്കൂറിന് ശേഷമാണ് എന്തോ ഒരു ബ്ലഡ് എന്ന് പറയാൻ കഴിയില്ല, എന്താ പറയുക, ഒരു പിങ്ക് കളർ സാധനം എന്തോ പോകാൻ തുടങ്ങി. പഴുപ്പ് പോകാൻ തുടങ്ങി. അങ്ങനെ 4 ദിവസം ഞാനും വേദന സഹിച്ച് കടിച്ച് പിടിച്ച് നിന്ന് 5-ാമത്തെ ദിവസമാണ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് വെള്ളം കൂടെ തുടങ്ങിക്കോളാൻ പറഞ്ഞ്. വെള്ളം മൂക്കിൽ കൂടെ ഇട്ടിട്ട് പഴുപ്പ് ഏകദേശം പോയി, അതേപോലെ ഇതിൽ കൂടെ ഇട്ടിട്ട് പഴുപ്പ് ഏകദേശം പോകുന്നുണ്ട്. പക്ഷേ വയറ്റിലിട്ടിട്ട് അധികം പഴുപ്പ് പോയിട്ടില്ല, കുറവാണ് പോയി. മൂക്കിനെ വെച്ച് നോക്കുന്ന സമയത്ത് പഴുപ്പ് വയറ്റിലത്തെ പഴുപ്പ് കുറവാണ് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓരോ മണിക്കൂർ കൂടുമ്പോൾ 30 ml വെച്ചിട്ട് വെള്ളം കൊടുത്തു തുടങ്ങിക്കോളാൻ പറഞ്ഞു. അത് കേട്ട് ഭയങ്കര ആശ്വാസമായി. അങ്ങനെ ആദ്യത്തെ സിപ്പ് വെള്ളം കുടിച്ചപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെള്ളത്തിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോന്നാ. കാരണം വെച്ചാൽ ഇതുവരെ ഇങ്ങനെ അങ്ങനെ ഒരു ടേസ്റ്റ് വെള്ളത്തിന് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അത്രയും ദിവസം ഞാൻ വെള്ളം കുടിക്കാണ്ട് നിന്നിട്ട് എൻ്റെ നാവ് ഫുള്ള് വറ്റി, തൊണ്ട വറ്റി, ആകെ സൈഡായി. 4 ദിവസം വെള്ളം കുടിക്കാണ്ട് നിന്ന് ട്രിപ്പ് ഇടുന്നുണ്ട്, പക്ഷെ എന്താ പറയുക, ഞാൻ വല്ലാണ്ട് സൈഡായി പോയി. അങ്ങനെ ഫസ്റ്റ് സിപ്പ് എടുത്തപ്പോൾ ആലോചിക്കുക ഇത്രയും ടേസ്റ്റ് വെള്ളത്തിനുണ്ടായിരുന്നു എന്ന്. 5-ാമത്തെ ദിവസം. അങ്ങനെ 5-ാം ദിവസം വൈകുന്നേരം ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് നാളെ നമുക്ക് വയറ് ക്ലീൻ ചെയ്യാം, പറ്റുകയാണെങ്കിൽ സർജറി 50-50 ചാൻസാണ് പറഞ്ഞത്. 50-50 ചാൻസ് മരിക്കുന്ന കാര്യം, മരിക്കുക ജീവിക്കുകയല്ല. എന്താ വെച്ചാൽ
ഒന്നാമത് ഇപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ പഴുപ്പ് പൊട്ടിയിട്ട് 3-4 റോയിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് നാളെ തന്നെ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സർജറി ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പൻഡിക്സും ആ സമയത്ത് നമുക്ക് ആ ഓപ്പറേഷൻ തന്നെ എടുത്ത് മാറ്റാം. ഇല്ല എന്നുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതായത് ആ 2 മാസം ഞാൻ ഈ വയറ്റിൽ ട്യൂബ് ഇട്ട് നടക്കണം. അതാണ് അതിനർത്ഥം. 2 മാസം വയറ്റിൽ ട്യൂബ് ഇട്ട് നടക്കണം. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന പ്രാർത്ഥന എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും വയറ്റത്തെ പഴുപ്പ് ഫുള്ള് ക്ലീൻ ചെയ്ത് പോകണമെന്നാണ്. കാരണം 2 മാസം വയറ്റിൽ ട്യൂബ് ഇട്ട് നടക്കാൻ പറഞ്ഞാൽ നടക്കുന്ന എനിക്കാണെങ്കിൽ ഒന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. 2 മാസം ട്യൂബ് ഇട്ട് നടക്കാൻ ഒരു പണിക്ക് പോകാൻ കഴിയില്ല, ഒന്നിനും പോകാൻ കഴിയില്ല. സൈഡൊന്നും മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ആ ട്യൂബ് ഇട്ട് നടന്നാൽ. അങ്ങനെ പിറ്റേ ദിവസം രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നത് ഇതൊന്ന് സർജറി ചെയ്യാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല, 50-50 ചാൻസാണ്. പഴുപ്പ് ഫുള്ള് എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം സർജറി ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ വയറ്റിനുള്ളിൽ പിന്നെ എന്തെങ്കിലും ഒരു പഴുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. അത് എന്താ പറയുക, ജീവന് വരെ ആപത്താവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 7 മണിയൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാം. ഞാൻ ഇങ്ങനെ എൻ്റെ ട്രോളിൽ കിടക്കുമ്പോൾ മറ്റെന്താ പറയുക, നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ, നമ്മൾ ഈ പേഷ്യൻ്റ് ക്യാമറ ആംഗിൾ മുകളിലേക്കുമ്പോൾ ലൈറ്റിങ് ഇങ്ങനെ പോകുന്നു, ആ സീനാണ് കാണുന്നത്. ആ സീൻ കണ്ടിട്ട് എന്നോട് അതിൻ്റെ ഉള്ളിൽ എത്തിയ ആദ്യം അവർ പറഞ്ഞു എന്നോട് ബാത്റൂം പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബാത്റൂം പോകാനില്ല എന്ന് പറഞ്ഞു. എന്നാലൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് ബാത്റൂം പോയി. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ബാത്റൂം പോയി കഴിഞ്ഞ് ഞാൻ ഡയപ്പറൊക്കെ ഇട്ടീന് ആ ടൈമിൽ. അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി തിരിച്ച് പിന്നെയും വന്ന് കിടന്ന്. അപ്പോൾ മെല്ലെ ഇങ്ങനെ മെല്ലെ നടക്കുന്നുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ നടക്കാനൊന്നും കഴിയില്ല. മെല്ലെ അത് വയറുവേദന ഉണ്ടല്ലോ, വയറുവേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോഴൊക്കെ എനിക്ക് വയറുവേദന ഉണ്ട്. ഇത്ര ദിവസം സർജറി ചെയ്യുന്ന അന്ന് വരെ വയറുവേദന പണ്ടാറായി നിൽക്കുന്നു ഞാൻ. അങ്ങനെ അവൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്താ സിനിമയിലൊക്കെ കാണാൻ ഫുള്ള് ലൈറ്റുള്ള സാധനമല്ലേ, അതൊക്കെ അത് കണ്ട് നിന്ന്. എന്നിട്ട് ഡോക്ടർ ആദ്യം നേരം മാസ്ക് തന്നെ വെച്ച് എന്നിട്ട് പറഞ്ഞ് ഓക്സിജൻ മാസ്കാണ് വെച്ചോന്ന് പറഞ്ഞ്. അത് വെച്ചോ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം പോയി. പിന്നെ എനിക്ക് ബോധം വരുന്നത് രാവിലെ 8 മണിക്കാണ്. അതിൻ്റെ മുന്നേ എന്തൊക്കെയോ നടന്നിരിക്കുന്നത്. എന്നെ 7 മണിക്ക് കയറ്റിയിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞത് അത്ര 7:30 എങ്ങാനാ. അതിൻ്റെ ഇടയ്ക്ക് ഇവർ എന്താ പറഞ്ഞേ, സർജറി ചെയ്യാൻ പോകുന്ന ഇവർ എൻ്റെ പുറത്തുള്ളവർക്ക് അപ്ഡേറ്റ് കൊടുക്കുക, എൻ്റെ കൂടെ വന്നവർക്ക് അപ്ഡേറ്റ് കൊടുക്കും സർജറി ചെയ്യാൻ പോവുകയാണോ ഓക്കെ എന്ന് പറഞ്ഞ്. അങ്ങനെ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എൻ്റെ അപ്പൻഡിക്സൊക്കെ എടുത്ത് എൻ്റെ വയറ്റത്തെ പഴുപ്പ് ഫുള്ള് എടുത്ത് അപ്പൻഡിക്സും എടുത്ത് അതിൻ്റെ ഫോട്ടോസും കാണിച്ചു തരാം. ഇവർക്ക് കാണിച്ചു കൊടുത്ത്, എൻ്റെ കൂടെ ഉള്ളവർക്ക് കാണിച്ചു കൊടുത്ത്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇതൊക്കെ ഞാൻ ആ സമയത്ത് ഫുള്ള് ബോധമില്ലാണ്ട് കിടക്കല്ലേ. ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പൻഡിക്സ് എടുത്തതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോട്ടോസും കാണിച്ചു തരാൻ എൻ്റെ അപ്പൻഡിക്സ്. അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോളാൻ എടുത്ത് അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പിന്നെ എൻ്റെ കൂടെ ഉള്ള ഒരാളെ ഫ്രണ്ട് ആയിരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവനെ വിളിച്ച് നേഴ്സ് കൊണ്ടുപോയിട്ട് എന്നെ ഇങ്ങനെ തട്ടിന്ന് പോലും. എന്നെ തട്ടല്ല, ഇങ്ങനെ അടിച്ച് എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ശക്തിയായിട്ട് അടിച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയെന്ന്. ആൾ മരിച്ചിട്ടില്ല, ജീവനോടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചത്. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നേഴ്സ് അടിച്ച കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം പറയുമ്പോഴാണ് അറിയുന്നത്. നേഴ്സ് ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ അടിച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കണ്ണ് തുറന്ന്. അതൊന്നും എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഒരു ഓർമ്മയില്ല എനിക്ക്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ബോധം വരുന്നത് രാവിലെ 8 മണിക്ക് എങ്ങാനാ, 7 മണി 8 മണി എങ്ങനെ എനിക്ക് ബോധം വരുന്നത്. ബോധം വരുമ്പോൾ ഞാൻ കാണുന്ന സീൻ എന്ന് വെച്ചാൽ എൻ്റെ മൂക്കിലൊരു ട്യൂബ്. ആ സമയത്ത് എൻ്റെ ട്യൂബൊക്കെ അയച്ചിട്ടുണ്ടായത്. ഏത് 4-ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ മൂക്കത്തെ ട്യൂബും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വയറ്റിൽ മാത്രമേ ട്യൂബ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന സീൻ എന്ന് വെച്ചാൽ മൂക്കിൽ ട്യൂബ്, വയറ്റിൽ 2 ട്യൂബ്, പിന്നെ എൻ്റെ ലിംഗത്തിൽ ഒരു ട്യൂബ്. അങ്ങനെ ആകെ മൊത്തം എനിക്ക് 4 ട്യൂബ് ഉണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൽ 4 ട്യൂബ് കയറ്റി. അതിൽ 2 ട്യൂബ് ICU തന്നെ അയച്ചു മാറ്റി. എൻ്റെ മൂക്കത്തെ ട്യൂബ് എൻ്റെ ലിംഗത്തിൻ്റെ ട്യൂബ് അയച്ചു മാറ്റി. എനിക്കെന്താ പറയുക, ആ ഒരു വേദന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലിംഗത്തിൻ്റെ അത് അയക്കുമ്പോൾ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. എന്നോട് പറയുന്നില്ല, ആ വേദന എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അത്രയും സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ അത് അയച്ച് പിന്നെയും തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയ്ക്കൊരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ഒന്ന് പറഞ്ഞ് ഫുഡൊക്കെ മെല്ലെ കൊടുത്തോ. അതെ, ഫുഡ് മീൻസ് എന്നോട് പറഞ്ഞ ഹോർലിക്സ് കുടിച്ചോ, ഹോർലിക്സ്, ഇളനീര്, പാല്,
അങ്ങനത്തെ കുടിച്ചോ. പിന്നെ ദോശ, ഇഡ്ഡലി, അങ്ങനെ ലൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ആ ഫുഡ് കഴിച്ചപ്പോൾ എൻ്റെ മോനെ സ്വർഗം, ഫുഡിൻ്റെ ടേസ്റ്റ് കിട്ടിയ സ്വർഗം. അത് പറയാൻ കഴിയില്ല. അത് എനിക്ക് പറഞ്ഞറിയിക്കാം, എങ്ങനെ പറഞ്ഞറിയിക്കണ്ടെങ്കിൽ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ കാട്ടിക്ക്, വെറുതെ ലേറ്റാക്കാൻ നിൽക്കണ്ട. ലേറ്റ് ആക്കിയാൽ കൂടുതൽ പ്രശ്നമാവുള്ളൂ. നല്ല രീതിയിൽ വേന തിന്നേണ്ടി വരും കേട്ടോ. അപ്പോൾ എൻ്റെ ചുരുക്കം പറഞ്ഞാൽ ആകെ 4 ദിവസം നല്ല രീതിയിൽ വേന നിൽക്കുന്നു, ഞാൻ നല്ല വേന നിൽക്കുന്നു. പിന്നെ ഒന്ന് എനിക്ക് വേന കുറഞ്ഞത് എൻ്റെ സർജറിക്ക് ശേഷമാണ്. പിന്നെ ഒരു വേന എനിക്ക് ഒരാൾക്ക് ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. അയ്യോ എടാ, നമ്മൾ ഓരോ സിനിമയിലൊക്കെ നമ്മളിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിൽ സിനിമ കാണും. അപ്പോൾ സിനിമ കാണുന്ന ടൈമിൽ ഇവർ സിനിമയിൽ ഭക്ഷണം കഴിക്കുമല്ലോ. അതൊക്കെ കാണുമ്പോൾ എനിക്കെന്താ പറയുക, കൊതിയാവുക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരാകെ എന്താ ചോറും അങ്ങനത്തെ കറിയൊക്കെ കഴിക്കുക. പക്ഷെ എനിക്ക് ആ കറിയും ഇങ്ങനത്തെ ചോറ് കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കണമുള്ളൊരു തോന്നലാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ ടൈമിൽ എനിക്ക്, വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇത്രയ്ക്ക് പറയാനുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചോ, ഉപകാരപ്പെടും. എന്തെങ്കിലും ഒരു ലക്ഷണമോ കാര്യങ്ങളുണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി കാട്ടുക, വെറുതെ ലേറ്റാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇത്രയ്ക്കുള്ളതെന്ന് വേണ്ടി ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബായ്.